ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ തനിക്ക് ഇരിപ്പിടം നൽകിയത് 4ാം നിരയിലെന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തന്നോട് അനാദരവ് കാട്ടിയെന്ന വിമർശനം ഇപ്പോൾ പുറത്തുവരുന്നു. അതായത് കേന്ദ്രമന്ത്രിമാർക്കൊപ്പമോ അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്കൊപ്പമോ സീറ്റ് നൽകാതെ അദ്ദേഹത്തിന് 4ാം നിരയിൽ കസേര നൽകിയതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. ചടങ്ങിൽ രാഹുൽ ഗാന്ധിക്ക് കസേര നൽകിയത് പ്രോട്ടോകോൾ പാലിക്കാതെ എന്നുള്ള ആക്ഷേപം പുറത്തുവരികയാണ്. അതായത് പ്രോട്ടോകോൾ പ്രകാരം രാഹുലിന് ആദ്യ നിരയിലാണ്, അതായത് പ്രതിപക്ഷ നേതാവിന് ആദ്യ നിരയിലാണ് കസേര നൽകേണ്ടത്. എന്നാൽ 4ാം നിരയിലാണ് പ്രതിപക്ഷ നേതാവിന് കസേര നൽകിയത്. ഹോക്കി താരങ്ങൾക്കൊപ്പം ഇരുന്നാണ് രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തത്. അവിടെ തന്നെ അദ്ദേഹം ഏറെ അസ്വസ്ഥനാണ് എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ കഴിയും. അതായത് തനിക്ക് ലഭിച്ച ഇരിപ്പിടത്തിൽ താൻ തൃപ്തനല്ല എന്ന് തന്നെയാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്ന ഒരു അസ്വസ്ഥത നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് തന്നെ ഏറെ അവഗണിച്ചു എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് നമുക്ക് വ്യക്തമാകുന്നു. അതായത് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ആ നിലയിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ചെങ്കോട്ടയിൽ എത്തിയത്. എന്നാൽ തനിക്ക് കിട്ടിയ ഇരിപ്പിടമാകട്ടെ ഹോക്കി താരങ്ങൾക്കൊപ്പം 4ാം നിരയിലും. പ്രോട്ടോകോൾ പാലിക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനം തന്നെ ഉയരുകയാണ്. എന്നാൽ ഒളിമ്പിക്സ് ജേതാക്കൾക്ക് ഇരിപ്പിടം നൽകാനാണ് ഇങ്ങനെ ഒരു ക്രമീകരണം രേഖപ്പെടുത്തിയെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. അതായത് വെളുത്ത കുർത്തയും പൈജാമയും ധരിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഹോക്കി ടീം ഫോർവേഡ് ഗുർജിത് സിംഗിന്റെ അരികിലാണ് ഇരുന്നത്. മനു ഭാക്കർ, സരബ്ജോത് സിംഗ് തുടങ്ങിയ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിരുന്നു തന്റെ മുൻനിരയിൽ ഇരുന്നത്. ഒളിമ്പിക്സ് വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, PR ശ്രീജീഷ് എന്നിവർ രാഹുൽ ഗാന്ധിക്ക് മുന്നിലും ഇരുന്നു. മുൻനിരയിലെ സീറ്റുകൾ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് നൽകിയതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ പിന്നിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു എന്നാണ് സീറ്റുകൾ ക്രമീകരിച്ച പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം. സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിക്കുന്നതിനും ഇരിപ്പിട പദ്ധതികൾ തയ്യാറാക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം പ്രതിരോധ മന്ത്രാലയത്തിനാണ്. 2014ലെയും 2019ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA തൂത്തുവാരിയതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളൊന്നും ആവശ്യമായ സീറ്റുകൾ നേടാത്തതിനാൽ ഇവിടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. 2019ലെ തെരഞ്ഞെടുപ്പിൽ 52 സീറ്റുകൾ നേടിയ കോൺഗ്രസ് പാർട്ടി 99 സീറ്റുകൾ നേടിയതിനെ തുടർന്ന് ജൂൺ 25-ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ നിയമിക്കുകയായിരുന്നു. അതേസമയം ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നത് 10 വർഷത്തിന് ശേഷമാണ്. ചടങ്ങിന്റെ മുൻനിരയിൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ, അമിത്ഷാ, S ജയശങ്കർ എന്നിവരായിരുന്നു. ഇവർക്കൊപ്പമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനും ഇരിപ്പിടം ഒരുക്കേണ്ടത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിക്ക് സീറ്റ് നൽകിയിരുന്നത് മുൻനിരയിലായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. 6000 പ്രത്യേക അതിഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഭാരതത്തിന് സുവർണ കാലഘട്ടമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കണമെന്നും ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ എത്രയും പെട്ടെന്ന് മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തിയ 3ാമത്തെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുകയാണ്. 11ാം തവണയാണ് മോദി പതാക ഉയർത്തിയത്. ജവഹർലാൽ നെഹ്റുവാണ് കൂടുതൽ തവണ പതാക ഉയർത്തിയത്. അദ്ദേഹം 17 തവണ ഉയർത്തി. ഇന്ദിരാഗാന്ധി 16 തവണ പതാക ഉയർത്തിയിരുന്നു. 10 തവണയാണ് മൻമോഹൻ സിംഗ് പതാക ഉയർത്തിയത്. ഇതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം നൽകിയ വിഷയവും ഇപ്പോൾ വിവാദത്തിലാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.